ഹലോ. ഹലോ, ലിയാഖത്തല്ലേ? അതെ. ഇസ്ലാമിക വിമർശകൻ. അതെ. തുടങ്ങാം നമുക്ക് ഡിബേറ്റ്. ആരാണിത്? ഞാൻ വിളിക്കുന്ന ആലപ്പുഴ. ആലപ്പുഴ. ശരി, പറഞ്ഞോളൂ. നിങ്ങൾ ഇസ്ലാമിനെ പറ്റിയൊന്നും പഠിക്കാതെയാണ് വിമർശിക്കുന്നത്. ഇസ്ലാമിലെ ഒരു ചെറിയ മുംതഹിന സൂറത്ത് പോലും നിങ്ങൾ ശരിക്കും വായിച്ചിട്ടില്ല. മുംതഹിന വായിച്ചിട്ടുണ്ടോ? ഞാൻ പഠിക്കാതെയാണ് വിമർശിച്ചത് അല്ലേ? അങ്ങനെ പഠിക്കാതെ പറഞ്ഞ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. മുംതഹിന വായിച്ചിട്ടുണ്ടോ? മുംതഹിന. ഇല്ല, ഞാൻ ഒന്നും വായിച്ചിട്ടില്ല. ഞാൻ പഠിക്കാത്ത ആളല്ലേ. അതിലേക്ക് കിടക്കാം. ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ മറ്റേ മറ്റേ ഈ ആശുപത്രിയില് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്കല്ലേ മാനസിക രോഗം? അല്ല, ഉണ്ടോ ചോദിക്കാം. ഞാൻ കുറച്ചധികം ദിവസമായി ഞാൻ നിങ്ങളെങ്ങനെ ഞാൻ പറയുന്നത് നമ്മൾ മാന്യമായ രീതിയില് നിങ്ങളല്ലേ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നത്? ഹലോ, നിങ്ങളല്ലേ എന്ത് ഒരു ഇതും അറിയാതെ നബിതങ്ങളെ ഇതായി കണ്ട് നബിതങ്ങളെ എന്തായി കണ്ട് ചങ്ങായി നബിതങ്ങളെ എന്തായി കണ്ട് നബിതങ്ങളെ എന്തായി കണ്ട് അറബി പഠിച്ചിട്ടേ സർഫാക്കിയപ്പോ തരിപ്പ് പോയതാണ്. ഞാൻ സ്പാനിഷ് പഠിച്ചിട്ടുണ്ട്, സർഫാക്കിയപ്പോ തരിപ്പ് പോയതാണ് എനിക്ക്. ഞാൻ ജർമ്മൻ പഠിച്ചിട്ടുണ്ട്, സ്പാനിഷ് അബദ്ധം പറ്റിയതാണ് നിനക്ക്. മൊത്തം അറിയാവോ? ഏറ്റവും കുറഞ്ഞത് ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് അവിടെ സൈക്കാട്രി വിഭാഗമൊന്നുമില്ലേ? നിന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അവിടെ സൈക്കാട്രി വിഭാഗമല്ലേ? പൂർണ്ണമായിട്ട് ഒരു പാവല്ലേ കോട്ടയം ചോദിക്കുമ്പോ നീ പറഞ്ഞല്ലോ നിനക്ക് സർഫ് അറിയാവും. സർഫാക്കിയപ്പോ തരിപ്പ് പോയതാണ് എനിക്ക്. അല്ലല്ല, നീ നീ എന്തെന്നാ പറഞ്ഞ? നീ എന്താ ആശുപത്രിയിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ ലേക്ഷോർ ഹോസ്പിറ്റലിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഒന്നുകൂടി പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ആവട്ടെ, അത് നീ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ട് ഖത്തറിലോ സൗദിയിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ട് അത് നീ അറിയേണ്ട ആവശ്യമില്ല. ലേക്ഷോർ ഹോസ്പിറ്റൽ എന്തായിട്ട് ലേക്ക് ഷോർ ഏത് ഷോറിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് അത് നീ അറിയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ വന്നത് നീയായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. തയ്യാത്തത് പറഞ്ഞ കിതാബ് ഉണ്ടോ? അത് എന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിക്കാനാ വന്നത്. എന്തേലും പറയട്ടെ, ഞാൻ എന്തേലോട്ട് അത് നീ അറിയേണ്ട ആവശ്യമില്ല. അത് ഞാൻ എന്തേലും ആവട്ടെ, നീ എന്തിനാ അറിയുന്നത്? നമ്മുടെ വിഷയം ഇസ്ലാമിനെ പറ്റി സംസാരിക്കലാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ഞാൻ ഡോക്ടറോ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് സംസാരിക്കാം. ولا تجزع لحادثة الليالي فما لحوادث الدنيا بقاء وكن رجلا على الأحوال جلدا وشيمتك السماحة والسخاء ولا ترجو السماحة من بخيل فما في النار للظمآن ماء فما في النار للظمآن ماء. ഞാൻ ഒരു കവിതയുടെ അർത്ഥങ്ങൾ നിനക്കറിയാവോ? എന്ത് സംഭവിച്ചു അത് സംഭവിച്ചു. ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ഒരു ബൈറ്റിന്റെ അർത്ഥം നിനക്കറിയാവോ? ഒരു ബൈറ്റ് നീ പഠിച്ചിട്ടുണ്ടോ? അറബി പഠിച്ചിട്ടുണ്ടോ? ഇല്ലടാ. നമുക്ക് സംസാരിക്കാമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നീ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ഇപ്പൊ സമയം 7 മണിയാണ്. പഠിച്ചിട്ടില്ലാടാ. എടാ ഞാനിപ്പോ 7:10. നീ സ്റ്റോപ്പ് ചെയ്യും. ഇത് കുറച്ചധികം ദിവസമായി നിന്റെ ഈ സൂക്കേട് ഞാൻ ഇത് പബ്ലിഷ് ചെയ്യും. നിന്റെ വിത്ത് ഫോട്ടോ ഞാൻ ഇത് പബ്ലിഷ് ചെയ്യും, നമ്പറും കൊടുക്കും. എന്നിട്ട് നിന്റെ അസുഖത്തിന് അങ്ങനെങ്കിലും ഒരു സുഖം ആരെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് തരുമോ നോക്കാം. നമുക്ക് സംസാരിക്കാൻ അറിയില്ല. നിനക്ക് അവിടെ കിടന്ന് ഇങ്ങനെ വളവളവള പറയാനേ അറിയുള്ളൂ. എങ്ങനെ ഞാനത് സംസാരിച്ചോണ്ടിരുന്ന എത്ര നേരം? നമ്മൾ പല പച്ച മലയാളത്തില് വസ്തുതാപരമായി സംസാരിക്കാൻ നിനക്ക് ഇനിയെങ്കിലും അവസരമുണ്ട്. ഇത് അവസാനത്തെ അവസരമാണ്. ഇതിനു മുമ്പ് ഞാൻ പലതവണ തന്നെ ഒരു മിനിറ്റുകൾ 10-15 മിനിറ്റ് ഒക്കെ നിന്റെ ബഹളം വളവള കേട്ട് ഒഴിവാക്കി വിട്ടതാണ്.
മനസ്സിലായോ? ഇതിനെ ഒഴിവാക്കി വിടുന്നതാണ്. ഞാൻ ഇത് പബ്ലിഷ് ചെയ്യും. ഇത് കേൾക്കുന്ന ഹിന്ദുവും മുസ്ലിമും അമുസ്ലിമും അഹിന്ദുവും അറബി പഠിച്ചവനും പഠിക്കാത്തവനും സാധാരണക്കാരനും മൂല്യാരും എല്ലാരും ഉണ്ടാവും. അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തില് നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെ ഗണ്ണിക്കാനുള്ള ആവതുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വെറുതെ അറബി വയറിളകിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? അറബി വയറിളക്കിയിട്ടോ അതല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കൂടി സ്പാനിഷ് അപ്പിട്ടിട്ടോ കാര്യമില്ല. മാന്യമായ രീതിയിൽ ആളുകളോട് സംസാരിക്കാൻ നിനക്ക് കഴിയും. നിനക്ക് മാനസികമായ പ്രശ്നമൊന്നുമില്ലെങ്കിൽ മാത്രം നിനക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ മാനസികമായ പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതല്ല, നിനക്ക് മാന്യമായ രീതിയിൽ എന്നോട് സംസാരിക്കാനുള്ള ആർജവം നിനക്കുണ്ടെങ്കിൽ നല്ല പച്ച മലയാളത്തിൽ നിനക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അതിനുള്ള സമയമാണ്. 1 മിനിറ്റ് ഞാൻ നിന്നെ കേൾക്കും. അതിന് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എവിടെ വെച്ച് നീ നിന്റെ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അതുവരെ മാന്യമായിട്ടാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. വരുവാണ്. സൂറത്തുൽ മുംതഹിനയിലെ ആയത്ത് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു തആല എനിക്ക് മനസ്സിലായി. ഈ സൂറത്തുൽ മുംതഹിനൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തൗബ വരുന്നേ? തൗബയിൽ 5-ാം വചനം പറഞ്ഞോ. ആയത്തെടുക്കട്ടെ. 5-ാമത്തെ വചനം. അപ്പൊ പിന്നെ മനസ്സിലായില്ലേ നമുക്ക്? അതൊക്കെ അതെന്താന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ നീ അതിന്റെ മലയാളം കൂടി പറഞ്ഞു കൊടുത്തേക്ക്. അത് വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവരെയും ഒന്ന് ഉപദ്രവിക്കാൻ പാടില്ല, ഇതൊക്കെ അല്ലേ അതാണ് പറഞ്ഞു കൊടുത്തത്. അതല്ല, ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു തആല നിങ്ങളോട് തടയുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും, നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും വലം യുഖ്രിജൂ, യുദ്ധം ചെയ്യാത്തവരായ മുസ്ലിമീങ്ങളും നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്തവരുമായ അന്യമതസ്ഥവര് ലം യുഖാതിലൂകും വലം യുഖ്രിജൂകും അൻ തബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നതിന് അല്ലാഹു തആല തടയുന്നില്ല. അതിന്റെ സന്ദർഭം കൂടി ഒന്ന് പറഞ്ഞുതരോ? നിങ്ങളോട് നിരോധിച്ചിട്ടില്ല. അവരോട് നല്ല കോലത്തിൽ വർത്തിക്കുന്നത് നിങ്ങളോട് അല്ലാഹു നിരോധിച്ചിട്ടില്ല, തടയുന്നില്ല. അത് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, എന്ന് വെച്ചാൽ നിങ്ങളോട് അവർ നല്ല രീതിയിൽ നിന്നാൽ അവരോട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ അവരോട് ഒരു മിനിറ്റ് അർത്ഥം അല്ല, അക്കസത്തെ അർത്ഥം തന്നെ പറഞ്ഞിട്ട് നീ തുക്സിത്തുവിന്റെ അർത്ഥം പറഞ്ഞോ. നിങ്ങൾ അവരോട് നീതി പ്രവർത്തിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും അല്ലാഹു തആല നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിന്റെ ഒരു നിങ്ങൾ ഭയങ്കര ഇതല്ലേ, ഒരു ഭയങ്കര ഖുർആൻ പണ്ഡിതനല്ലേ, എന്തായിരുന്നു അതിന്റെ സാഹചര്യം ആയത്തിറങ്ങിയത്? സാഹചര്യം എന്ന് വെച്ചാൽ ഇതാണ്, നിങ്ങളോട് നല്ല രീതിയിൽ നിൽക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണം. അതാണ് ഇസ്ലാമിന്റെ ആകത്തുക, അങ്ങനെയല്ലേ? അത് മാത്രമല്ല, ഇസ്ലാം സമൂലമാണ് ഒരുപാട്. അതായത് ഇതര മതവിഭാഗങ്ങളുള്ള ഇസ്ലാമിന്റെ സമീപനത്തിന്റെ തെളിവായിട്ടല്ലേ ഇപ്പൊ നിങ്ങളെ ഖുർആൻ വചനം ഓതിയത്? അതല്ല, ഇതൊരു കാര്യം മാത്രം, ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് ചെയ്യാൻ പറയുന്നുണ്ട്, മാതാപിതാക്കൾ നോക്കാൻ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇതര മതവിഭാഗങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ ഇതല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാനം? ഇതാണ്. പിന്നെ അടുത്ത സൂറത്ത് തൗബയിലെ 5-ാം വചനം വായിക്കും. ഇതോടെ കേട്ടിട്ട് ഒരായത്തും കൂടെ, സൂറത്തുൽ ജുമയിൽ അവസാനത്തെ ആയത്ത് ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു, നിസ്കാരം കഴിഞ്ഞാൽ ഫൻതശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ പരക്കണം, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗം തേടുകയും ചെയ്യണം, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ അധികമായി ഓർക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളാകുന്നതിന് വേണ്ടി. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഒരു ഹദീസ് വരുന്നുണ്ട്. പിന്നെ ഈ ഹദീസ് ഇങ്ങനെയാണ്: ഇന്നമിന ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹ അസ്സലാത്തു വല സൗമു വലൽ ഹജ്ജു വലൽ ഉംറ ഖാല വമാ യുകഫിറുഹ യാ റസൂലല്ലാഹി ഖാല അൽ ഹുമൂമു ഫീ തലബിൽ മഅീഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇന്നമിന ദുനൂബി ദുനൂബൻ, ചില പാപങ്ങളുണ്ട്, ലാ യുകഫിറുഹ,
ആ പാപങ്ങളെ പൊറപ്പിക്കുകയില്ല. അസ്സലാത്തു നിസ്കാരം പൊറപ്പിക്കുകയില്ല. വലൽ ഹജ്ജ് പൊറപ്പിക്കുകയില്ല. വലൽ ഉംറ നിങ്ങൾ നിസ്കരിച്ചാലോ നോമ്പ് പിടിച്ചാലോ സകാത്ത് കൊടുത്താലോ ഒന്നും ചില പാപങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരികയില്ല. അപ്പൊ സഹാബകൾ ചോദിച്ചു, ഖാല വമാ യക്ഫിറുഹാ യാ റസൂലല്ലാഹ്, ആ പാപങ്ങൾ പൊറപ്പിക്കുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹുമൂമു ഫീ തലബിൽ മഈശ, നീ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി നീ ഇറങ്ങി പുറപ്പെടണം. അപ്പൊ നിനക്ക് പല രീതിയിലുള്ള ടെൻഷൻസ് ബുദ്ധിമുട്ടുകൾ നിനക്ക് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നീ അനുഭവിച്ചാൽ മാത്രമേ അള്ളാഹു തആല നിനക്ക് ആ പാവങ്ങൾ പുറത്തേരുകയും ചെയ്യത്തുള്ളൂ, നീ സ്വർഗത്തിൽ കടക്കുകയും ചെയ്യുള്ളൂ എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഹദീസാണ്. ഈ ഹദീസ് മനസ്സിലായോ? അത് എന്ന് വെച്ചാ മനസ്സിലായി. നിങ്ങൾ ഞാൻ പറഞ്ഞൊരു ആയത്തും കൂടി നിങ്ങൾ എന്തായാലും ഇത് മനസ്സിലായോ? ഇസ്ലാമിന്റെ പൂർത്തീകരണ ഘട്ടത്തിനോടനുബന്ധിച്ച് അങ്ങനെ പോലെ നിങ്ങൾ ഇതുകൂടെ കേട്ടിട്ട് എനിക്ക് അവസരം സൂറത്ത് നിസായിലായത്ത് എന്താ എടുക്കുക, ആയത്തൊന്നും എടുത്തോട്ടെ. അറബി ബൈത്ത് മാത്രമേ കാണാതെ അറിയുള്ളൂ, ഖുർആൻ കാണാതെ അറിയില്ല. ബൈത്ത് ഞാൻ ഹാഫ് കാണാന്ന് എടുക്കണോ? ആയത്തൊന്നും എടുത്തോട്ടെ. സൂറത്ത് നിസാ അലിഫ് ലാം മീം അടുത്തത് ഏറ്റവും വലിയ ആയത്താണ്. വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീനി വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ വമാ മലകത് അയ്മാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറൻ. വഅ്ബുദുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ശൈഅൻ നിങ്ങൾ അല്ലാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അത് സുഹൃത്ത് ബനി ഇസ്രായേൽ വേറെ ആയത്ത് വരുന്നുണ്ട്. സുഹൃത്ത് ആയിക്കോട്ടെ, ഇനി ഞാൻ പറഞ്ഞൊരു ചേർത്ത് വായിക്കണം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നുള്ള വാക്ക് പോലും പറയരുത്. എന്താ ഇതാണ് ഇതിന്റെ അറബി വാക്കുകളിലൊക്കെ ഇത് കണ്ടോ, വലാ തഖുല്ലഹുമ ഉഫ്ഫിൻ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നുള്ള വാക്ക് പോലും പറയരുത്. അതൊക്കെ ആയിക്കോട്ടെ സുഹൃത്തെ, ആയിക്കോട്ടെ, ഇതൊക്കെ ആയിക്കോട്ടെ. ഇത് നമുക്ക് തർക്കമില്ലല്ലോ, തർക്കമുള്ളത് എവിടെയാ? മാതാപിതാക്കൾക്ക് വേണ്ടി തർക്കമുള്ളത് എവിടെയാ? താഴ്ത്തി കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് വളരെ മാന്യമായ വാക്ക് പറയണം. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവർക്ക് ദുആ ചെയ്യണം. എന്റെ ചെറിയ പ്രായത്തിൽ അവരെന്നെ നോക്കിയത് പോലെ എന്നിട്ട് പിന്നെ ചോദിക്കണേ. ഇപ്പൊ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഞാൻ ഒരു കാര്യം അത് നടക്കൂലല്ലോ. ഇതിപ്പോ ഞാന് 1 മിനിറ്റ് നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞു, ഇതിപ്പോ 5 മിനിറ്റ് നിങ്ങൾ വയറൽ പറഞ്ഞു. ആ വയറൽ മുഴുവൻ ഞാൻ കേട്ടു. ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. പേടിയാ? എന്തൊരു ബേജാറ്? ഇപ്പൊ ഇനി ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയ ഇപ്പൊ അറബി ബൈത്ത് പാടാൻ തുടങ്ങും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇനി ഞാൻ സംസാരിക്കും. ബൈത്ത് അവിടെ നിക്കട്ടെ. ഇപ്പൊ ഖുർആനിൽ നമ്മൾ സംസാരിക്കണേ. ഒന്നും വേണ്ട, ഞാനിപ്പോ പറയട്ടെ സുഹൃത്തെ. നിങ്ങൾ ഇങ്ങനെ പ്രസവിച്ച വേദന തിന്നതും അവരാണ്, പാലൂട്ടി നിന്നെ വളർത്തിയതും അവർ തന്നെയാണ്. ഈ 3 കാര്യം വാപ്പയിൽ മറ്റൊരു സംഭവം അറിയാം, എനിക്കറിയാം. അൽ മവാഹിബുൽ ജലിയ എനിക്കറിയാം. ഇനി നിങ്ങൾ മുംതഹിനയിൽ തുടങ്ങിയ സൂറത്തുൽ മുംതഹിനയിൽ തുടങ്ങിയ സാധനം നമുക്ക് നേരെ സൂറത്ത് തൗബയിലെ 5-ാം വചനത്തിലേക്ക് നിൽക്കട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ആരെയെന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞു നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചു ആരെയാണ്? അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന സഹാബിനെ അറിയോ? ഒരു കഥ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. സുഹൃത്തെ, ഇതൊക്കെ നിങ്ങൾ മദ്രസ കുട്ടികളോട് പറഞ്ഞോ? അതൊന്നും കുഴപ്പമില്ലല്ലോ. അതല്ല ഇസ്ലാം എന്താന്ന്, അതൊന്നല്ല ഇസ്ലാം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ വാപ്പ എങ്ങനെ മരിച്ചത്? അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ വാപ്പ മരിച്ചത് എങ്ങനെയാണ്? പറയൂ സുഹൃത്തെ, പറയേ, മറുപടി പറയ്. അബൂ ഉബൈദത്തുൽ ജറാഹ് മാതാപിതാക്കളോട് കരുണ കാണിക്കണം, ഓരോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പഠിപ്പിച്ച മുഹമ്മദ് നബീന്റെ ഏറ്റവും
പിന്നെ എന്താ പറയാ സ്നേഹം ഉണ്ടായിരുന്ന സഹാബി ആയിരുന്ന ഒരു മിനിറ്റ് ഈ അസുഖം അവിടെ നിൽക്കട്ടെ. മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് സ്വന്തം പിതാവിന്റെ തല വെട്ടിയ അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന സഹാബിനെ അറിയോ? അറിയോ? സഹാബിനെ അറിയോ? അല്ല, സഹാബിനെ അറിയോ? അബൂ ഉബൈദത്തുൽ ജറാഹിനെ അറിയാമോ? അബൂ ഉബൈദത്തുൽ ജറാഹ് അല്ല, ഈ അറബി ഇതുകൊണ്ട് കാര്യമില്ല. ഇതാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തത്. നിങ്ങൾ സൂറത്ത് തൗബ 5-ാം വചനം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഓടി. ഇപ്പം നിങ്ങൾ മക്കളോട് കാരുണ്യം, മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് അബൂ ഉബൈദത്തുൽ ജറാഹ് സ്വന്തം പിതാവിന്റെ തലയരിഞ്ഞതിനെ കുറിച്ച് അവർ രണ്ടുപേരും നിങ്ങളോട് നിർബന്ധിക്കുകയാണെങ്കിൽ, ശിർക്ക് വെക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണെങ്കിൽ ഫലാ തുതിഅഹുമ, നിങ്ങൾ അതിന് വഴിപ്പെടാന്നാണ് ഖുർആൻ. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ ഇതിലേക്ക് വാ. നിങ്ങൾ വെറുതെ എവിടെയെങ്കിലും ഇല കടിച്ച് ഓടുന്നത് പോലെ ഓടാതെ ഒരിടത്ത് നിൽക്കൂ, ഒരിടത്ത് നിൽക്കുക. നല്ല രീതിയിൽ, അതായത് മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്ത ഈ മാതൃക, മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റുന്നതിൽ സഹാബികളല്ലേ മുന്നില്? സഹാബികളല്ലേ മുന്നില്? സഹാബികളാണോ മുന്നില്? ഇതാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തത്. ഇതാണ് ഇപ്പൊ ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചിട്ട് ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ കളസം കീറും എന്നറിയാവുന്നതുകൊണ്ടാണ് ബഹളം വെക്കുന്നത്. ആ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഞാൻ ചില പ്രവൃത്തികളെ കുറിച്ച് പറയാം. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴി അന്വേഷിച്ചു പോകുക. അതിന് ഞാൻ പറയട്ടെ, അതിലേക്ക് വരണ്ട. ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞു പോകും. അങ്ങനത്തെ നമ്പറൊന്നും ഇവിടെ നടക്കൂല. ആ ബഹളം വെച്ച് ഓടണമെങ്കിൽ ഓടിക്കോ, പ്രശ്നമില്ല. പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി ഉണ്ടോ പറയുമോ? തീർച്ചയായും സക്കാത്ത് എന്നുള്ളത് ലിൽ ഫുഖറാ, എവിടെ എത്തി? എവിടെ എത്തി? ഇതാണ് നിന്നോട് സംസാരിക്കാത്തത്, മനസ്സിലായോ? ഇതാണ് നിന്നോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നു. ഇതാണ് നിനക്ക് വേണ്ടത്. ഇത് സംസാരിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത് വരെ ബഹളം വെച്ച് രക്ഷപ്പെടാനുള്ള നീ ഒരു ഭീരുവാണ്. നീ ഒരു ഭീരുവാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു വാക്ക്, ഒരു വിമർശനം കേൾക്കാനുള്ള ആർജവമില്ലാത്ത കേവലം ഭീരുവാണ് നീ ഇത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. നീ കേവലം ഭീരുവാണ്. നീ വെറും പേടിച്ചോടിയാണ്. നിനക്ക് സക്കാത്തും ഹജ്ജൊക്കെ നമുക്ക് സംസാരിക്കാലോ. കഴിഞ്ഞോ? ഇതിന്റെ അർത്ഥം പറ. ഇനി പറയട്ടെ. ഇതുവരെ കഴിഞ്ഞിട്ട് അവസരം തരാം. ഓക്കെ, ലാസ്റ്റ് ആണ്. എന്റെ അവസരം ഒന്നും എനിക്ക് വേണ്ട. നീ കേട്ടോ. ഇത്ര നേരം നീ ബഹളം വെച്ചു. നിനക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഈമാനിന്റെ ഉറപ്പുണ്ടെങ്കിൽ ഇനി സംസാരിക്കാൻ ശ്രദ്ധിക്കും. ഇനി നിനക്ക് ഈമാനുണ്ടോ? നിനക്ക് നിന്റെ ഈമാനിൽ ഉറപ്പുണ്ടോ? നിനക്ക് നിന്റെ ഈമാനിൽ ഉറപ്പുണ്ടോ? ഇതാണ് ചോദ്യം. നിനക്ക് നിന്റെ ഈമാനിൽ ഉറപ്പില്ല. നിന്റെ ഈമാനിൽ നിനക്ക് ഉറപ്പില്ല. ഇല്ല, ഈമാനിന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരാളോട് സംസാരിക്കേണ്ടത്? ഇങ്ങനെയാണോ? അല്ല, ആണോ? നിങ്ങൾ സതുപദേശത്തോടു കൂടി എത്ര കറക്റ്റാണ്. നിങ്ങൾ സമ്പത്ത് നിങ്ങൾ പണക്കാർക്കിടയിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല. അത് പണക്കാരെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഇത്രയും 8 കൂട്ടം ഒറ്റയ്ക്ക് പറഞ്ഞോ. എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. ഇല്ല, കറക്റ്റ് ആയിട്ട് ഒറ്റയ്ക്ക് പറഞ്ഞോ. അതല്ല, ഞാൻ വെറുതെ എന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുള്ളൂ. വെറുതെ എന്റെ സമയം മെനക്കെടുത്തണ്ടല്ലോ. നിനക്കാണെങ്കിൽ വേറെ പണിയൊന്നുമില്ല. ഇസ്ലാമിന്റെ ഇതുണ്ടോ, ഫിനാൻസ് ഉണ്ടോ? ഇസ്ലാമിന്റെ ഫിനാൻസ്, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇനി നീ ആദ്യം പറഞ്ഞ നീ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാൻ പാടില്ല. നിനക്ക് ഇത്ര പേടിയാണോ? സൂറത്തുൽ മുംതഹനയിൽ നിന്ന് അന്യമതസ്ഥരോട് സമീപിക്കേണ്ട സമീപനത്തെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ, മാതാപിതാക്കളോട് കരുണ കാണിക്കേണ്ടുന്ന കാര്യത്തിൽ, ഈ 2 കാര്യത്തിൽ സംസാരിക്കാൻ എന്നെ അനുവദിക്കാൻ, ഞാൻ പറയുന്നത് കേൾക്കാനും അതിനുള്ള ധൈര്യമുണ്ടോ? അതിന് മറുപടി പറയാനുള്ള ആർജവമുണ്ടോ? ഇതാണ് ചോദ്യം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞോ. അതായത് 2 വിഷയങ്ങളിൽ മാതാപിതാക്കളോടുള്ള നന്മ ചെയ്യലും അന്യമതസ്ഥരോടുള്ള പെരുമാറ്റവും
അതുമായി ബന്ധപ്പെട്ട് നീ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ മറുപടി പറയാനും എന്റെ മറുപടി കേൾക്കാനും എന്റെ വിമർശനം കേൾക്കാനും അതിന് മറുപടി പറയാനും നിനക്ക് ആർജവമുണ്ടോ ഈമാൻ ഉറപ്പുണ്ടോ? ഇത് മാത്രമേ പറഞ്ഞാൽ ഇല്ലെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ ഇല്ലേ? നിനക്ക് ധൈര്യമുണ്ടോ ഇല്ലേ? നിനക്ക് ഈമാൻ ഉറപ്പുണ്ടോ ഇല്ലേ? നിന്റെ ഈമാൻ ഉറപ്പുണ്ടോ ഇല്ലേ? ഇല്ല എന്നാണ് നീ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈമാൻ ഉറപ്പുണ്ടെന്നും നിനക്ക് എന്താണ് വിമർശനമെങ്കിൽ അത് എന്ന് പറയാനുള്ള ആർജവം നിനക്കില്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഒഴിവാക്കുന്നു. മനസ്സിലായോ? നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല കൂട്ടരാ കേട്ടോ. നിന്റെ കയ്യിൽ നിന്ന് പോയി. നീ പോയിട്ട് സ്വന്തം പിതാവിനെ മാതാപിതാക്കളോട് കരുണ ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ മുന്നിൽ വെച്ച് സ്വന്തം പിതാവിന്റെ തലയറുത്ത സഹാബി ഉണ്ട് നിങ്ങൾക്ക്. മുഹമ്മദ് നബി പഠിപ്പിച്ചത് അതാണ് കേട്ടോ. ഈമാനിനപ്പുറത്ത് ഇസ്ലാമിനപ്പുറത്തേക്ക് മനുഷ്യരെ തലയറക്കുക. അതാ തുടങ്ങി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ അസുഖം നിനക്ക് തുടങ്ങി.